ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്സ് റിവ്യൂവിൻ്റെ പുതിയൊരു വീഡിയോ ഇട്ട് സാധാ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് ഇന്ന് രാത്രി സർപ്രൈസ് ആയിട്ട് OTT വീഡിയോ റിലീസ് ചെയ്യാനെത്തുന്ന ഏകദേശം 15ഓളം സിനിമയുടെ അപ്ഡേറ്റ്സ് ആണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിനിമാ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ഈ ആഴ്ചത്തെ ആദ്യത്തെ OTT റിലീസായിട്ട് വാ വാത്യാർ എന്ന് പറയുന്ന തമിഴ് ചിത്രം ഇന്നലെ റിലീസിനെത്തിയിട്ടുണ്ടായിരുന്നു. ആമസോൺ പ്രൈം വീഡിയോസ് OTT റൈറ്റ്സ് സ്വന്തമാക്കിയ ചിത്രമായിരുന്നു വാ വാത്യാർ എന്ന് പറയുന്ന സിനിമ. കാർത്തിക് കേന്ദ്ര കഥാപാത്രത്തെ ചിത്രത്തിൽ കൃതിക് ഷെട്ടിയായിരുന്നു നായികയായിട്ട് എത്തിയിട്ടുള്ളത്. നളൻ കുമാരസ്വാമി അണിയിച്ചൊരുക്കിയ ചിത്രം ബോക്സ് ഓഫീസിൽ പരാജയമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ചിത്രം ആമസോൺ പ്രൈം വീഡിയോസ് വഴി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. തമിഴിന് പുറമെ മലയാളം, തെലുങ്ക്, ഹിന്ദി, കന്നഡ തുടങ്ങിയ ഭാഷയോടെയായിട്ട് ഈ ഒരു സിനിമ കാണാൻ സാധിക്കുന്നതായിരിക്കും. ഇന്നത്തെ സർപ്രൈസ് OTT റിലീസുകൾ നോക്കാം. ഒന്നാമത്തെ ചിത്രം പതംഗ് എന്ന് പറയുന്ന തെലുങ്ക് ചിത്രത്തിൻ്റെതാണ്. യുവതാരങ്ങൾ ശ്രദ്ധേയരായിട്ടുള്ള പ്രണവ് കൗശിക്, പ്രീതി പഗഡല, വംശി പുജിത് തുടങ്ങിയ കേന്ദ്ര കഥാപാത്രയ്ക്ക് പ്രതിപതി ഡയറക്ട് ചെയ്ത ഏറ്റവും പുതിയ തെലുങ്ക് ചിത്രമായിരുന്നു പതംഗ് എന്ന് പറയുന്ന സിനിമ. ഡിസംബർ മാസം 25-ാം തീയതി തിയേറ്ററിലോട്ടെത്തിയ ചിത്രം ബോക്സ് ഓഫീസിൽ പരാജയമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആ ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സൺനെക്സ്റ്റ് സ്വന്തമാക്കിയിട്ടുണ്ട്. സൺനെക്സ്റ്റ് ഇന്ന് സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. തമിഴ്, തെലുങ്ക് ഭാഷകളിൽ നമുക്ക് ഈ സിനിമ കാണാൻ സാധിക്കുന്നതായിരിക്കും. അതോടൊപ്പം ഇന്ന് OTT റിലീസിനെത്തിയിരിക്കുന്ന മറ്റൊരു ചിത്രം നോക്കുകയാണെങ്കിൽ ചാമ്പ്യൻ എന്ന് പറയുന്ന ഏറ്റവും പുതിയ തെലുങ്ക് ചിത്രമാണ്. ഡിസംബർ മാസം 25-ാം തീയതി തിയേറ്ററിലോട്ടെത്തിയ ചിത്രമായിരുന്നു ചാമ്പ്യൻ എന്ന് പറയുന്ന സിനിമ. അനശ്വര രാജിന്റെ ആദ്യ തെലുങ്ക് അരങ്ങേറ്റ ചിത്രം കൂടിയായിരുന്നു. റോഷൻ മേക്കർ നായകനായിട്ട് ചിത്രത്തിൽ ദുൽഖറിന്റെ കമ്മിയോ അപ്പിയറൻസ് കൂടി ഉണ്ടായിരുന്നു. ചിത്രം ഡയറക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന പ്രദീപ് അദ്വൈതമായിരുന്നു. ഡിസംബർ മാസം 25-ാം തീയതി തിയേറ്ററിലോട്ടെത്തിയ ചിത്രം ബോക്സ് ഓഫീസിൽ പരാജയമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആ ചിത്രത്തിന്റെ OTT റൈറ്റ്സ് നെറ്റ്ഫ്ലിക്സ് സ്വന്തമാക്കിയിട്ടുണ്ട്. നെറ്റ്ഫ്ലിക്സ് ചിത്രത്തിന്റെ ഇന്ന് സ്ട്രീമിംഗ് ആരംഭിക്കുന്ന അറിയാൻ സാധിച്ചിട്ടുണ്ട്. മലയാളം, തെലുങ്ക്, കന്നഡ, ഹിന്ദി തുടങ്ങിയ 5ഓളം ഭാഷയോടെയായിട്ട് നമുക്ക് ഇന്നു മുതൽ ഈ സിനിമ കാണാൻ സാധിക്കുന്നതായിരിക്കും. അതോടൊപ്പം ഇന്ന് ഹിന്ദിയിൽ നിന്ന് റിലീസിനെത്തിയിരിക്കുന്ന ചിത്രമാണ് ഗുസ്താഖ് ഇഷ്ക് എന്ന് പറയുന്ന ഏറ്റവും പുതിയ ഹിന്ദി ചിത്രം. നവംബർ മാസം 24-ാം തീയതി തിയേറ്ററിലെത്തിയ ചിത്രത്തിൽ വിജയ് വർമ്മ, ഫാത്തിമ സന ഷെയ്ഖ്, നസറുദ്ദീൻ ഷാ തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രത്തിൽ ബിഫു പൂരി എന്ന ചിത്രം ഡയറക്ട് ചെയ്തിട്ടുണ്ട്. ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ വിജയങ്ങളൊന്നും തന്നെ സ്വന്തമാക്കിയിട്ടില്ലായിരുന്നു. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ OTT റൈറ്റ്സ് ഹോട്ട്സ്റ്റാർ സ്വന്തമാക്കി ചിത്രത്തിന്റെ ഹിന്ദി പതിപ്പ് ഇപ്പോഴത്തെ സ്ട്രീമിംഗ് ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ന് ഹിന്ദിയിൽ നിന്നും റിലീസിനെത്തിയിരിക്കുന്ന മറ്റൊരു വെബ് സീരീസാണ് ദാർ എന്ന് പറയുന്ന വെബ് സീരീസ്. ഭൂമി പതേൽക്കർ, സമാറ ത്രിജോയി, സന്ദീപ് കുൽക്കർണി തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രത്തെ ചിത്രമായിരുന്നു വെബ് സീരീസ് ആയിരുന്നു ദാർ എന്ന് പറയുന്ന വെബ് സീരീസ്. ഇപ്പോഴത്തെ ആമസോൺ പ്രൈം വീഡിയോസ് ഈ സീരീസ് ആരംഭിച്ചിട്ടുണ്ട്. നമുക്ക് ഇന്നു മുതൽ ഈ സീരീസ് ആമസോൺ പ്രൈം വീഡിയോസ് വഴി കാണാൻ സാധിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഇന്ന് മലയാളത്തിൽ നിന്ന് റിലീസിനെത്തിയ ചിത്രങ്ങൾ ഒന്നാമത്തെ ചിത്രം നോക്കുകയാണെങ്കിൽ ഗുലാബ് ജാം എന്ന് പറയുന്ന മലയാളം ചിത്രമാണ്. രാഹുൽ തിരക്കഥയിൽ സംവിധാനം ചെയ്ത ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രത്തെ സിജു ചന്ദ്രൻ, ശ്രീഷ്ണ രാംദാസ് തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രത്തെത്തിയിട്ടുണ്ട്. ഇപ്പോഴത്തെ മനോരമ മാക്സ് OTT റൈറ്റ്സ് സ്വന്തമാക്കി ഗുലാബ് ജാം എന്ന് പറയുന്ന സിനിമ ഇപ്പോഴത്തെ മനോരമ മാക്സ് സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഇന്ന് മലയാളത്തിൽ നിന്ന് റിലീസിനെത്തിക്കുന്ന മറ്റൊരു ചിത്രം ഏതെന്ന് നോക്കുകയാണെങ്കിൽ ഹത്തനെ ഉദയ എന്ന് പറയുന്ന മലയാള ചിത്രമാണ്. രാകേഷ് റാം വയനാട്, സന്തോഷ് മണിയത്ത് തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രമൊക്കെ AK കുൻഹിരാമൻ പണിക്കർ ഡയറക്ട് ചെയ്ത ചിത്രമായിരുന്നു ഹത്തനെ ഉദയ എന്ന് പറയുന്ന സിനിമ. 2025 ഏപ്രിൽ മാസം 18-ാം തീയതി തിയേറ്ററിലെത്തിയ ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ വിജയങ്ങളൊന്നും തന്നെ സ്വന്തമാക്കിയിട്ടില്ല. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ OTT റൈറ്റ്സ് മനോരമ മാക്സ് സ്വന്തമാക്കിയിട്ടുണ്ട്. മനോരമ മാക്സ് വഴി ഈ സിനിമ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഇന്ന് മലയാളത്തിൽ നിന്ന് റിലീസിനെത്തിയിരിക്കുന്ന മറ്റൊരു ചിത്രം നോക്കുകയാണെങ്കിൽ സർവമായ എന്ന് പറയുന്ന സിനിമയാണ്. നിവിൻ പോളി കേന്ദ്ര കഥാപാത്രമാക്കി അഖിൽ സത്യൻ അണിയിച്ചൊരുക്കിയ ചിത്രമായിരുന്നു സർവമായ എന്ന് പറയുന്ന സിനിമ. ചിത്രത്തിന്റെ OTT റിലീസിനായിട്ട് നിരവധി സിനിമാ പ്രേമികളാണ് കാത്തിരിക്കുന്നത്. ക്രിസ്മസ് റിലീസായിട്ട് 2025 ഡിസംബർ മാസം 25-ാം തീയതി തിയേറ്ററിലെത്തിയ ചിത്രം ബോക്സ് ഓഫീസിൽ 130 കോടിക്ക് മുകളിലുള്ള കളക്ഷൻ സ്വന്തമാക്കി വൻ വിജയമായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പോൾ ആ ചിത്രത്തിന്റെ OTT റൈറ്റ്സ് ഹോട്ട്സ്റ്റാർ സ്വന്തമാക്കുകയും ചിത്രം ഹോട്ട്സ്റ്റാറിൽ സ്ട്രീമിംഗ് ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. മലയാളത്തിന് പുറമെ തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ തുടങ്ങിയ 5ഓളം ഭാഷയോടെയായിട്ട് നമുക്ക് ഹോട്ട്സ്റ്റാർ വഴി ഈ സിനിമ കാണാൻ സാധിക്കുന്നതായിരിക്കും. അതോടൊപ്പം ഇന്നത്തെ സർപ്രൈസ് OTT റിലീസുകളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ചിത്രം നോക്കണേ രൺവീർ സിംഗ് കേന്ദ്ര കഥാപാത്രത്തെത്തിയ ദുരന്തർ എന്ന് പറയുന്ന സിനിമയാണ്. രൺവീർ സിംഗ്, അക്ഷയ് ഖന്ന, സഞ്ജയ് ദത്ത്, അർജുൻ രാംപാൽ, മാധവൻ തുടങ്ങിയ കേന്ദ്ര കഥാപാത്രയ്ക്ക് ആദിത്യന്ദർ അണിയിച്ചൊരുക്കിയ ചിത്രമായിരുന്നു ദുരന്തർ എന്ന് പറയുന്ന സിനിമ. 1300 കോടിക്ക് മുകളിൽ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് സ്വന്തമാക്കിയ ചിത്രം ഇന്ത്യൻ ബോക്സ് ഓഫീസിനായിട്ട് 1000 കോടി സ്വന്തമാക്കിയിട്ടുണ്ട്. ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയാണ് ഇന്ത്യൻ സിനിമാ പ്രേമികൾ വളരെ കാലങ്ങളായിട്ട് കാത്തിരിക്കുന്നത്. ഇപ്പോൾ ആ ചിത്രത്തിന്റെ OTT റൈറ്റ്സ് നെറ്റ്ഫ്ലിക്സ് സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. നെറ്റ്ഫ്ലിക്സ് ഇന്നത്തെ ചിത്രത്തിന്റെ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. ഹിന്ദിയിൽ മാത്രമാണ് ചിത്രത്തിന്റെ നിലവിൽ സ്ട്രീമിംഗ് നടത്തിയിരിക്കുന്നത്. എന്തൊക്കെയാണ് ഉടനെ തന്നെ വരും ഭാഷകളിലൂടെ നമുക്ക് ദുരന്തർ എന്ന് പറയുന്ന സിനിമ കാണാൻ സാധിക്കുന്നു പ്രതീക്ഷിക്കാം. ഇത്രയും ചിത്രങ്ങളാണ് ഇന്ന് സർപ്രൈസ് ആയിട്ട് റിലീസിനെത്തിയിരിക്കുന്നത്. അതോടൊപ്പം ഇംഗ്ലീഷിൽ നിന്ന് നിരവധി ചിത്രങ്ങളും റിലീസിനെത്തിയിട്ടുണ്ട്. അതോടൊപ്പം കുറച്ച് സിനിമയുടെ OTT അപ്ഡേറ്റ്സുകളും നമുക്ക് ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട്. ഒന്നാമത്തെ ചിത്രം നോക്കണേ
നെല്ലിങ്ങാമ്പൂരിൽ നൈറ്റ് റൈഡേഴ്സ് എന്ന് പറയുന്ന മാത്യു തോമസ് ചിത്രമാണ്. ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടി നിരവധി സിനിമാ പ്രേമികളാണ് കാത്തിരിക്കുന്നത്. മാത്യു തോമസിനെ കേന്ദ്ര കഥാപാത്രമാക്കി നൗഫൽ അബ്ദുള്ള അണിയിച്ചൊരുക്കിയ ചിത്രം ഒക്ടോബർ മാസം 24-ാം തീയതിയായിരുന്നു തിയേറ്ററിൽ എത്തിയിട്ടുള്ളത്. തിയേറ്ററുകളിൽ വലിയ വിജയങ്ങൾ സ്വന്തമാക്കാതെ പോയ ചിത്രത്തിന്റെ OTT റൈറ്റ്സ് ഒക്കെ ഇപ്പോൾ മനോരമ മാക്സും ആമസോൺ പ്രൈം വീഡിയോസും സ്വന്തമാക്കി എന്നറിയാൻ സാധിച്ചിട്ടുണ്ട്. ചിത്രത്തിന് ഫെബ്രുവരി മാസം ആദ്യം അല്ലെങ്കിൽ ഫെബ്രുവരി മാസം അവസാനത്തോടുകൂടി സ്ട്രീമിംഗ് ആരംഭിക്കുന്ന അറിയാൻ സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം മലയാള സിനിമാ പ്രേമികൾ കാത്തിരിക്കുന്ന ചിത്രങ്ങളൊന്നാണ് മെഗാസ്റ്റാർ മമ്മൂട്ടി കേന്ദ്ര കഥാപാത്രത്തിയ ബസൂക്ക എന്ന് പറയുന്ന സിനിമ. ഡിനോ ഡെന്നീസ് അണിയിച്ചൊരുക്കിയ ചിത്രം കഴിഞ്ഞ വിഷുവിനായിരുന്നു ഏപ്രിൽ മാസം തിയേറ്ററിലെത്തിയിട്ടുണ്ടായിരുന്നു. ബോക്സ് ഓഫീസിൽ വൻ പരാജയമാണ് മമ്മൂട്ടി ചിത്രം ഏറ്റുവാങ്ങിയിട്ടുണ്ടായത്. ചിത്രത്തിന്റെ OTT റിലീസ് പിന്നീട് അങ്ങോട്ട് നീണ്ടുപോകുകയായിരുന്നു. C5 ചിത്രത്തിന്റെ OTT റൈറ്റ്സ് ഒക്കെ ഇപ്പോൾ സ്വന്തമാക്കി എന്നുള്ള അപ്ഡേറ്റുകൾ ലഭ്യമെങ്കിലും കൺഫേം ആയിട്ടില്ല. എന്തൊക്കെയാണ് നമുക്ക് 2026 ഈ സിനിമ OTT പ്ലാറ്റ്ഫോം വഴി കാണാൻ സാധിക്കുന്നത് പ്രതീക്ഷിക്കാം. അതോടൊപ്പം മലയാള സിനിമാ പ്രേമികൾ കാത്തിരിക്കുന്ന മറ്റൊരു ചിത്രമാണ് തങ്കമണി എന്ന് പറയുന്ന സിനിമ. ദിലീപിന്റെ കരിയറിൽ ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് കണക്കാക്കപ്പെടുന്ന ചിത്രങ്ങളൊന്നായിരുന്നു തങ്കമണി എന്ന് പറയുന്ന സിനിമ. 2024 തിയേറ്ററിലെത്തിയ ചിത്രം ഇതുവരെ OTT പ്ലാറ്റ്ഫോമിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടില്ല. ദിലീപ്, നീതപിള്ള, മനോജ് കെ ജയൻ, പ്രണീത സുഭാഷ് തുടങ്ങിയ കേന്ദ്ര കഥാപാത്രമാക്കി രതീഷ് രഘുനന്ദനായിരുന്നു ഈ സിനിമ അണിയിച്ചൊരുക്കിയിട്ടുള്ളത്. വേൾഡ് ബോക്സ് ഓഫീസിൽ ഏകദേശം 5 കോടി താഴെയായിരുന്നു ചിത്രം കളക്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ചിത്രത്തിന്റെ OTT അപ്ഡേറ്റ്സുകളൊക്കെ ലഭ്യമായി വരുന്നുണ്ട്. ആമസോൺ പ്രൈം വീഡിയോസ് ചിത്രത്തിന്റെ OTT റൈറ്റ്സ് ഒക്കെ സ്വന്തമാക്കുന്ന അപ്ഡേറ്റുകൾ ലഭ്യമാകുന്നുണ്ട്. എന്നാൽ എത്രത്തോളം കൺഫേം ആണെന്ന് അറിയാൻ സാധിക്കുന്നില്ല. എന്തൊക്കെയാണ് ചിത്രം ഉടൻ തന്നെ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ OTT പ്ലാറ്റ്ഫോം വഴി കാണാൻ സാധിക്കുന്നത് പ്രതീക്ഷിക്കാം. അതോടൊപ്പം പ്രഭാസിന്റെ കരിയറിൽ ഏറ്റവും ലേറ്റസ്റ്റ് റിലീസായിട്ട് എത്തിയ ചിത്രമാണ് രാജാസാബ് എന്ന് പറയുന്ന സിനിമ. പൊങ്കൽ റിലീസായിട്ട് എത്തിയ ചിത്രം ബോക്സ് ഓഫീസിൽ വൻ പരാജയമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. പ്രഭാസിനെ കേന്ദ്ര കഥാപാത്രമാക്കി മാരുതിയായിരുന്നു ഈ സിനിമ അണിയിച്ചൊരുക്കിയിട്ടുള്ളത്. ഏകദേശം 400 കോടിയോളം ബഡ്ജറ്റ് കണക്കാക്കപ്പെടുന്ന ചിത്രം വേൾഡ് ബോക്സ് ഓഫീസിനായിട്ട് 200 കോടി രൂപയോളം മാത്രമാണ് സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ചിത്രത്തിന്റെ OTT റൈറ്റ്സ് ആമസോൺ പ്രൈം വീഡിയോസ് സ്വന്തമാക്കിയുള്ള അപ്ഡേറ്റുകൾ ലഭ്യമാകുന്നുണ്ട്. ചിത്രം ഫെബ്രുവരി മാസം തന്നെ OTT പ്ലാറ്റ്ഫോം വഴി സ്ട്രീമിംഗ് ആരംഭിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരം ചിത്രങ്ങളുടെ കൺഫേംഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സുകളാണ് ലഭ്യമായിരിക്കുന്നത്. അപ്പോൾ ഈ ലിസ്റ്റിലുള്ള ചിത്രങ്ങൾ ഈ സിനിമ കാണാൻ വേണ്ടിയാണ് നിങ്ങൾ പ്രേക്ഷകർ കാത്തിരിക്കുന്നത്. കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.